ഗുഡ് മോർണിംഗ് അല്ല ഗൈസ്, ഗുഡ് ഉച്ചര. അങ്ങനെ രാവിലെ ഒരു പാട്ടൊക്കെ കേട്ട് മനസ്സ് കൂളാക്കിയിട്ട് ഞാൻ നേരെ പോയത് പല്ല് തേക്കാനാണ് ഗൈസ്. അങ്ങനെ പല്ല് തേച്ച് കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് താഴെ വന്ന് ഫുഡ് എടുത്തിരുന്ന് കഴിക്കാൻ നേരത്താണ് ഞാൻ ആലോചിച്ചത് എന്തോ മിസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കാർത്തികേരൻ്റെ വ്ളോഗും കണ്ട് ഫുഡും കഴിച്ച് പൂപ്പി എടുത്തൊരു ഹായും പറഞ്ഞിട്ട്, ഇതാണ് എൻ്റെ പൂപ്പിക്കുട്ടി, ഹായും പറഞ്ഞ് ഞാൻ നേരെ ഒന്ന് പഠിക്കാൻ കയറി ഗൈസ്. പഠിക്കണ എന്തിനാണ്? ഇന്ന് എനിക്ക് ജർമ്മൻ എക്സാമാണ്. അപ്പോൾ ജർമ്മൻ എക്സാമിന് വേണ്ടി കുറേ സാധനങ്ങൾ പഠിച്ച് ഒരുങ്ങി കുട്ടപ്പനായി കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് നേരെ ഇറങ്ങി അച്ഛൻ്റെ സ്പ്രേയും കട്ടെടുത്തടിച്ച് എന്നിട്ട് നേരെ ഇറങ്ങി വണ്ടിയായിട്ട് ഇറങ്ങി. ഇനി നമുക്ക് നേരെ പോകുന്നത് വെള്ളയമ്പലത്തോട്ടാണ്. അവിടെയാണ് എൻ്റെ ഗോയിത്തെ സെൻറ്റർ ഉള്ളത്. ഗോയിത്തയിലാണ് ഇന്ന് എക്സാം ഉള്ളത്. അപ്പോൾ നേരെ വണ്ടി എടുത്ത് സ്ട്രേറ്റ് ഒരു നൈസ് പാട്ടൊക്കെ കേട്ടോണ്ട് ഞാനങ്ങ് ഇറങ്ങി. അങ്ങനെ ഗോയിത്തയിലെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ആലോചിച്ചത് ഗോയിത്തെ സെൻറ്റർ ഒന്നും കാണിക്കാൻ പറ്റില്ല, ഈ ഫോൺ നമ്മൾ ക്ലോക്ക് റൂമിലൊക്കെ വെക്കണം. അങ്ങനെ ക്ലോക്ക് റൂമിൽ ഫോൺ വെച്ച് നേരെ എക്സാം കഴിഞ്ഞ് ക്ലോക്ക് റൂമിൽ നിന്ന് സാധനങ്ങളും എടുത്ത് വണ്ടിയുടെ അടുത്ത് നിന്ന് വണ്ടി കയറിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അമ്മേനെ പോയി പിക്ക് ചെയ്യണം. അപ്പോൾ നേരെ വിട്ടു സെക്രട്ടേറിയറ്റായിട്ട്. വണ്ടി നല്ല സ്റ്റൈലായിട്ടൊക്കെ ഓടിച്ച് നേരെ സെക്രട്ടേറിയറ്റ് എത്തി. അമ്മേനെയും പിക്ക് ചെയ്ത് ഈ പണ്ടാരം പിടിച്ച് തിരുവനന്തപുരത്തെ ബ്ലോക്ക് കഴിഞ്ഞ് QRS വന്നെത്തി കുറച്ച് സാധനങ്ങൾ മേടിച്ച് നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് സ്കൂട്ടർ എടുത്തുകൊണ്ട് നേരെ പോയി ബാഡ്മിൻ്റൺ കളിക്കാൻ. അങ്ങനെ കുറച്ച് നേരം ബാഡ്മിൻ്റനൊക്കെ കളിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ വർഷത്തെ സ്റ്റാർ ഇടാൻ പോയി. സ്റ്റാർ ഇട്ട് അതിൽ കുറച്ച് തട്ടിക്കുട്ടി പണിയൊക്കെ ചെയ്ത് സെറ്റപ്പൊക്കെ ആക്കി അവസാനം കത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നാളെ കാണാം, ബൈ.